ശ്രവിക്കുന്ന ആളുകൾക്ക് അതുകൂടി മനസ്സിലാക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തട്ടെ. മുജാഹിദുകൾ ഇത് ഇപ്പൊ ചിലരുടെ മുമ്പിൽ സംവദിച്ചതാണോ, അതല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് സംവദിച്ചതാണോ ഈ മന്ത്രം എന്ന് പറയുന്നത്? അല്ല, വളരെ പഴക്കമുള്ളതാണല്ലോ ഈ പരിഭാഷ. എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ ഇറങ്ങിയിട്ടുള്ളതാണല്ലോ ഈ ഖുർആൻ പരിഭാഷയും വ്യാഖ്യാനവും. അതിൽ സൂറത്തുൽ ഫലഖിന്റെ വ്യാഖ്യാനത്തിൽ കൃത്യമായി തന്നെ എഴുതി വിട്ടിട്ടുണ്ടെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ചരമം പ്രാപിച്ച രോഗത്തിൽ അവിടുന്ന് ഇഖ്ലാസ്, ഫലഖ്, നാസ് എന്നീ 3 സൂറത്തുകൾ ഓതി ദേഹത്തിൽ ഊതിയിരുന്നുവെന്നും രോഗം ശക്തിയായപ്പോൾ താൻ അവ ഓതി തിരുമേനിയുടെ കയ്യിൽ ഊതി ആ കൈ കൊണ്ട് തടവി കൊടുക്കാറുണ്ടായിരുന്നുവെന്നും ആയിഷ റളിയല്ലാഹു തആല അൻഹ പ്രസ്താവിച്ചതായി ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തിയിരിക്കുന്നു. രോഗികളെ ഈ സൂറത്തുകൾ ഓതി മന്ത്രിക്കാമെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. മനസ്സിലായെങ്കിൽ ഈ സംഭവം പറഞ്ഞിട്ടാണ് പറയുന്നത് രോഗികളെ ഈ സൂറത്തുകൾ ഓതി മന്ത്രിക്കാമെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അനുവദനീയമെന്നും അനുവദനീയമല്ലാത്തതെന്നും വ്യത്യാസം കാണാതെ ഇസ്ലാമിൽ മന്ത്രത്തിന് സ്ഥാനമേ ഇല്ലെന്ന് ചിലർ പറയാറുള്ളത് ശരിയല്ലെന്ന് ഈ ഹദീസും ഇതുപോലെയുള്ള മറ്റു പല ഹദീസുകളും സംശയത്തിനിടമില്ലാത്ത വിധം സ്പഷ്ടമാക്കുന്നു. ഹദീസുകളിൽ വന്നിട്ടുള്ള മന്ത്രങ്ങൾ പരിശോധിച്ചാൽ അവയെല്ലാം കേവലം അല്ലാഹുവിനോടുള്ള പ്രാർത്ഥനകളാണെന്ന് കാണാവുന്നതാണ്. നോക്കൂ നിങ്ങൾ, എന്തിനാ ഞാനിത് വായിച്ചത്? ഇത് വളരെ പഴക്കം ചെന്ന ഖുർആൻ വ്യാഖ്യാനാണ്, മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള. ആ കാര്യത്തെ അന്ന് തന്നെ കൃത്യമായി എഴുതിയതാണ്. മാത്രല്ല, നിങ്ങൾ കേട്ടില്ലേ, അന്നും ഈ മന്ത്രത്തെ എതിർക്കുന്ന കേവലം വേറെ ചില പുത്തൻവാദികൾ ഉണ്ടായിരുന്നു എന്നാണ് ഈ വരികളിൽ നിന്ന് മനസ്സിലാകുന്നത്. ആ വിഭാഗത്തെ ശക്തമായി എതിർക്കുന്ന വരികൾ കൂടി നിങ്ങൾ ഇപ്പൊ കേട്ടുകഴിഞ്ഞു. എന്നിട്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് സ്റ്റേജുകളിലൂടെ പേജുകളിലൂടെ ഇപ്പൊ ചിലര് പറഞ്ഞു നടക്കുന്നത് മുജാഹിദുകൾ പണ്ടൊക്കെ ഈ മന്ത്രിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ കൂട്ടരാണ്. ഇപ്പൊ അവര് ആശയവും ആദർശമൊക്കെ മാറ്റിയിട്ട് ഇപ്പൊ മന്ത്രം അനുവദനീയമാണെന്ന് നമ്മുടെയൊക്കെ മുമ്പിൽ കുടുങ്ങിയപ്പോ പറഞ്ഞ് സമ്മതിക്കുന്നതാണ് എന്ന് ആശ്വാസം കൊള്ളാറുണ്ട്. അനുവദിക്കപ്പെട്ടതേത് അല്ലാത്തതേത് എന്ന് വിശദീകരിച്ചു കൊടുത്തപ്പോ ഇവര് വിചാരിച്ചു എല്ലാ മന്ത്രത്തെയും എതിർക്കുകയാണ് എന്ന്. ഈ നിലക്ക് ആരോപണങ്ങൾ പറയുന്ന പരിപാടി പല ആളുകളും ഇപ്പോഴും അവസാനിപ്പിച്ചിട്ടില്ല എന്നുകൂടി സാന്ദർഭികമായി എന്റെ ശ്രോതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് മാത്രം. ഇനി സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്ഥിതി ഓരോ ദിവസം കഴിയുന്തോറും പ്രയാസങ്ങൾ കൂടിക്കൂടി വരികയാണ് ഉണ്ടായത്. ദിവസം കഴിയുന്തോറും അവിടുത്തേക്ക് ക്ഷീണം വർദ്ധിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, മാ റഅയ്തു അഹദൻ അശദ്ദ അലൈഹിൽ വജഉ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല ഇത്രത്തോളം കഠിനമായ വേദന അനുഭവിച്ച ഒരാളെ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ വളരെ വേദനിച്ചിരുന്നു. അവിടത്തേക്ക് വളരെ പനിയാണെങ്കിൽ ആ പനി വളരെ കൂടുതൽ. ചൂടിങ്ങനെ ശരീരത്തിൽ ഒരു പുതപ്പിട്ടിട്ട് ആ പുതപ്പിന്മേൽ കൈവെക്കുന്നവരുടെ കൈ പോലും പൊള്ളുന്നത്ര ചൂട്. കഠിനമായ പനിയാണ്. പനിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവശനായിട്ടുണ്ട്. ആ രംഗം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ദഖൽതു അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സമീപത്തേക്ക് അങ്ങ് പ്രവേശിച്ചു. വഹുവ യുഅഖു വഅഖൻ ശദീദാ. അവിടുത്തേക്ക് കഠിനമായി പനിയുണ്ട്. ഫമസിസ്തുഹു ബിയദി. ഞാനപ്പ റസൂലുള്ളാഹിനെ എന്റെ കൈ കൊണ്ടൊന്ന് സ്പർശിച്ചു നോക്കി. ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നക ലതൂഅഖു വഅഖൻ ശദീദാ. അങ്ങേക്ക് കഠിനമായ പനിയുണ്ടല്ലോ. കഠിനമായ പനിയാണല്ലോ, ഒരാൾക്കുണ്ടാകുന്ന പനിയൊന്നുമല്ലല്ലോ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞു, അജൽ ഇന്നി ഊഅഖു കമാ യൂഅഖു റജുലാനി മിൻകും. അതേ ഇബ്നു മസ്ഊദേ, ഇന്നി ഊഅഖു, എനിക്ക് വല്ലാതെ പനിയുണ്ട്, കഠിനമായ പനിയുണ്ട്. കമാ യൂഅഖു റജുലാനി മിൻകും,
നിങ്ങളിൽ ഒരു രണ്ടാൾക്ക് പനിക്കും പോലെ ഒരു രണ്ടാളുടെ അത്ര വേദന എനിക്കുണ്ട്, കാഠിന്യം അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഫഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു, സഹാബി പറയുകയാണ്, ദാലിക അന്ന ലക അജ്റൈൻ, ഓ നബിയേ, രണ്ടാളുടെ പനി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂലിയും കൂടുമല്ലോ, രണ്ടാളുടെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുമല്ലോ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അജൽ, അതെ. സുമ്മ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കണ്ടോ, രോഗം കാണാൻ വന്ന സഹാബിയോട് ആ അവസരത്തിലും റസൂലുള്ള ഒരു ദീനിന്റെ ഒരാശയം പകർന്നു കൊടുക്കുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളിൽ ഒരാൾക്ക് രണ്ടാൾക്ക് പനിക്കുന്ന പനിയുണ്ട് എനിക്ക്, അതെ, എനിക്ക് പ്രതിഫലവുമുണ്ട്. അത് എന്റെ കാര്യം മാത്രമല്ല കേട്ടോ, നിങ്ങളൊക്കെ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നു. എന്താ പഠിപ്പിച്ചത്? ആ സന്ദർഭത്തിലാണ് അവിടുന്ന് പറഞ്ഞത്, മാമിൻ മുസ്ലിമിൻ യുസീബുഹു അദം മിൻ മറദിൻ ഫമാ സിവാഹു ഇല്ലാ ഹത്തല്ലാഹു സയ്യിആതിഹി കമാ തഹത്തു ശജറത്തു വറഖഹാ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് തന്നെയാണിതും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മുസ്ലിമായ ഏതൊരു മനുഷ്യനാവട്ടെ, ആ മുസ്ലിമായ മനുഷ്യന് എന്ത് തന്നെ പ്രയാസം ബാധിച്ചാലും, എന്ത് തന്നെ ബുദ്ധിമുട്ട് ബാധിച്ചാലും, മിൻ മറലിൻ, രോഗം കാരണത്താലോ, ഫമാ സിവാഹു, ഇനി രോഗമല്ല, ദാരിദ്ര്യമോ മറ്റേത് നിലക്കോ ഉള്ള കഷ്ടപ്പാടുകൾ ഒരു മുസ്ലിമിന് സംഭവിച്ചാലും, ഇല്ലാ ഹത്തല്ലാഹു സയ്യിആതിഹി, അല്ലാഹ് അവന്റെ തിന്മകളെയൊക്കെ പോക്കിക്കളയുന്നതാണ്, നീക്കിക്കളയുന്നതാണ്, കൊഴിഞ്ഞു പോകുന്നതാണ്. ഏതുപോലെ? കമാ തഹത്തു ശജറത്തു വറഖഹാ, വൃക്ഷം അതിന്റെ ഇലകൾ പൊഴിക്കുന്നത് പോലെ ഈ രോഗിയായ പരീക്ഷിക്കപ്പെടുന്ന മനുഷ്യന്റെ പാപങ്ങൾ അതിലൂടെ കൊഴിഞ്ഞു പോകാതിരിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നോക്കൂ, അപ്പൊ അവിടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഓരോ ഘട്ടത്തിലും അവിടുത്തെ രോഗവിവരം ചോദിക്കാൻ ചെന്ന ആൾക്കും പറഞ്ഞു കൊടുക്കുന്നത് ദീനാണ്. അതിലൂടെയും വലിയ ആശ്വാസം പകർന്നു കൊടുക്കുകയാണ്. മരണത്തിന്റെ ഘട്ടത്തിലും ലോകത്തിന് മുഴുവൻ സന്തോഷം പകർന്നു നൽകുകയാണ്. പ്രയാസപ്പെടുന്നവർ വിഷമിക്കണ്ട, രോഗികൾ വിഷമിക്കേണ്ടതില്ല, കഷ്ടപ്പെടുന്നവർ വിഷമിക്കരുത്. തന്നെ അല്ലാഹ് കഷ്ടപ്പെടുത്തിയതാണല്ലോ എന്ന് ചിന്തിച്ചുകൂടാ, പ്രയാസപ്പെടുത്തിയതാണല്ലോ റബ്ബെന്ന് ചിന്തിച്ചുകൂടാ, എന്നെ അവഗണിച്ചതാണല്ലോ റബ്ബെന്ന് ചിന്തിച്ചുകൂടാ. മറിച്ചവൻ ആലോചിക്കേണ്ടത്, ഇതെനിക്ക് ഖൈറാണ്. കാരണം ഒരു മുസ്ലിമായ മനുഷ്യന് എന്ത് തന്നെ പ്രയാസം വന്നാലും അതിലൂടെ അവന്റെ പാപക്കറകൾ ഇങ്ങനെ ഉതിർന്നു പോവുകയാണ്, അവന്റെ പാപങ്ങൾ അതിലൂടെ ഇല്ലാതെയാവുകയാണ്. ആ വേളയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പനി ഇങ്ങനെ കഠിനമാകുമ്പോ, രോഗം ഇങ്ങനെ കഠിനമാകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഹരീഖു അലയ്യ മിൻ സബഇ ഖിറബിൻ, നിങ്ങൾ എനിക്ക് 7 തോൽപാത്രങ്ങളിൽ നിന്ന് വെള്ളം എന്റെ മേൽ ഒഴിച്ചുകൊണ്ടിരിക്കൂ. തണുപ്പിക്കുകയാണ് ശരീരം അവിടുന്ന് വെള്ളമൊഴിച്ച് തണുപ്പിക്കാൻ പറയുകയാണ്. എന്തിനാണ് 7 തോൽപാത്രങ്ങളിലെ വെള്ളം ഒഴിക്കാൻ പറഞ്ഞത്? അല്ലാഹു അഅലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ഉദ്ദേശിച്ച ഹിക്മത്ത് എന്താണെന്ന് നമുക്കറിയില്ല. 7 തോൽപാത്രങ്ങളിലെ കെട്ടഴിക്കാതെ ഭദ്രമായി കെട്ടിവെക്കപ്പെട്ടിട്ടുള്ള 7 തോൽപാത്രങ്ങളിൽ നിന്ന് നിങ്ങൾ എന്റെ ശരീരത്തിലേക്ക് വെള്ളമൊഴിക്കൂ, ഞാൻ ആളുകളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലട്ടെ. പള്ളിയിലേക്ക് പോകാനാ, അവശനായി കിടക്കേണ്, ഒന്ന് പള്ളിയിൽ പോണം, എന്റെ സഹാബത്തിനെ ഒന്ന് കാണണം, അവരുമായിട്ട് ഞാനൊന്ന് കാണട്ടെ, ഒന്ന് സംസാരിക്കട്ടെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ പറയുന്നു, സഹാബത്ത് പറയുന്നു, ആയിഷ റളിയല്ലാഹു തആല അൻഹയും അതുപോലെ തന്നെ മറ്റു ഭാര്യമാരും പറയുന്നു, ഞങ്ങളതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുളിപ്പിക്കാൻ ഒരു പാത്രത്തിൽ ഇരുത്തി. എന്നിട്ട് അവിടുന്ന് ആവശ്യപ്പെട്ടതുപോലെ തോൽപാത്രങ്ങളിൽ നിന്ന് വെള്ളം ഇങ്ങനെ അവിടുത്തെ ശരീരത്തിലേക്ക് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ഹത്താ തഫിഖ യുശീറു ഇലൈനാ ബിയദിഹി, അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് കൈകൊണ്ടിങ്ങനെ ഇശാറത്താക്കി, കൈകൊണ്ടിങ്ങനെ ആംഗ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞു, അൻഖദ് ഫഅൽതുന്ന, മതി, ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്തിരിക്കുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആശ്വാസമായി കുറച്ചൊക്കെ. അങ്ങനെ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, സുമ്മ ഖറജ ഇലന്നാസ്, ആശ്വാസം തോന്നിയപ്പോ അവിടുന്ന് പള്ളിയിലേക്ക് പുറപ്പെടുന്നു, ജനങ്ങളെയും കൊണ്ട് നിസ്കരിക്കുന്നു. ആ നിസ്കാരത്തിന് അവിടുന്ന് പള്ളിയിലെത്തിയപ്പോ പോകുന്ന ഘട്ടത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അവര് പറയുന്നു, ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മറദിഹി അല്ലദീ മാത ഫീഹി ആസിബൻ റഅസഹു ബിഖിർഖത്തിൻ. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് പുറപ്പെട്ടത് എങ്ങനെയാണ്? തലയിൽ നല്ല ഒരു കെട്ട് കെട്ടിയിട്ടുണ്ട്, ഒരു ശീല നനച്ച് ചുറ്റി കെട്ടിയിരിക്കുന്നു. പനിയുടെ കടുപ്പമൊന്ന് കുറയാൻ, ചൂടിന്റെ കാഠിന്യമൊന്ന് കുറക്കാൻ അതാ ഒരു ശീല ഇങ്ങനെ നനച്ചിട്ട് തല ഇങ്ങനെ മുറുക്കി കെട്ടിയിരിക്കുന്നു. ഫഖഅദ അലൽ മിംബരി, എന്നിട്ട് മിംബറിൽ കയറിയിട്ട് അവിടുന്ന് ഇരുന്നു. ഫഹമിദല്ലാഹ്, അല്ലാഹുവിനെ സ്തുതിച്ച് പ്രസംഗത്തിന്റെ ആമുഖമായ പദങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പറയുകയാണ്. എന്താ പറയുന്നത്? ചില സൂചനകൾ കൊടുക്കുകയാണ്. എന്താ സൂചന? താൻ പോവുകയാണ്, പോകുമ്പോ ഒരു പ്രതിനിധി വേണ്ടേ, തനിക്ക് ശേഷം ആരായിരിക്കണം ഖലീഫ എന്ന് അവിടുന്ന് വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ചില ചെറിയ ചെറിയ സൂചനകളൊക്കെ അവിടുന്ന് ഈ അവശത അനുഭവിക്കുന്ന വേളയിൽ, ഈ ദിവസങ്ങളിൽ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പള്ളിയിൽ കയറിയിട്ട് അവിടുന്ന് മിമ്പറിൽ കയറിയിട്ട് ജനങ്ങളോട് പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ പറയുന്നു, എന്ത്? ഇന്നഹു ലൈസ മിനന്നാസി അഹദുൻ അമന്ന അലയ്യ ഫീ നഫ്സിഹി വമാലിഹി മിൻ അബീ ബക്കർ ഇബ്നു അബീ ഖുഹാഫ വലൗ കുൻത മുത്തഖിദൻ മിനന്നാസി ഖലീലൻ ലത്തഖറതു അബാ ബക്കറിൻ ഖലീലാ വലാകിൻ ഖുല്ലത്തുൽ ഇസ്ലാമി അഫ്ളലു സുദ്ദു അന്നി കുല്ല ഖൗഖത്തിൻ ഫീ ഹാദൽ മസ്ജിദി ഗൈറ ഖൗഖത്തി അബീ ബക്കറിൻ. ഇമാം ബുഖാരിയാണ് ഇതും റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് അവിടുന്ന് പറയുന്നത്? ജനങ്ങളിൽ വെച്ച് സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും എനിക്ക് ഉപകാരം ചെയ്ത ഒരു മനുഷ്യൻ അബൂ ഖുഹൈഫയുടെ മോനെ പോലെ മറ്റൊരാളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയാണ്, അവിടുന്ന് പറയാണ്, അവസാന ദിവസങ്ങളിൽ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ജനങ്ങളുടെ കൂട്ടത്തിൽ അമന്ന അലയ്യ, എന്നോട് ഔദാര്യം ചെയ്ത ഒരാൾ വേറെയില്ല. ശരീരം കൊണ്ടും ധനം കൊണ്ടുമൊക്കെ എന്നോട് ഔദാര്യം കാണിച്ച ഒരു മനുഷ്യൻ വേറെയുണ്ടായിട്ടില്ല. ആരേക്കാൾ? അബൂ ഖുഹാഫയുടെ മോനായ അബൂബക്കർ സിദ്ദീഖിനേക്കാൾ മറ്റൊരാളില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് വലിയ ഒരു മഹത്വം എനിക്ക് അദ്ദേഹത്തിലൂടെ കിട്ടിയിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും പറയാണ്, വലൗ കുൻത മുത്തഖിദൻ മിനന്നാസി ഖലീലൻ ലത്തഖദതു അബാ ബക്കറിൻ ഖലീലാ. ഞാൻ ജനങ്ങളിൽ നിന്ന് ഒരാളെ എന്റെ ഖലീലായിട്ട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ, എന്റെ ഉറ്റമിത്രമായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണെങ്കിൽ, ഞാൻ അബൂബക്കറിനെ ഖലീലായി പ്രഖ്യാപിക്കുമായിരുന്നു. അല്ലാഹു ഇബ്രാഹിമിനെ ഖലീലായി സ്വീകരിച്ചില്ലേ? അല്ലാഹ് എന്നെ ഖലീലായി സ്വീകരിച്ചില്ലേ? അതേപോലെ ഞാൻ അങ്ങനെ പ്രഖ്യാപിക്കുകയായിരുന്നുവെങ്കിൽ ഞാൻ പ്രഖ്യാപിക്കുക അബൂബക്കറാണ് എന്റെ ഖലീൽ എന്നാണ്. പക്ഷേ വലാകിൻ ഖുല്ലത്തുൽ ഇസ്ലാമി അഫ്ളൽ, ഇസ്ലാമിലെ സഹോദര്യം, ഇസ്ലാമിലെ ആ കൂട്ടുകെട്ട്, അതാണല്ലോ ഏറ്റവും വലിയ ശ്രേഷ്ഠത. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സുദ്ദു അന്നി കുല്ല ഖൗഖത്തിൻ ഫീ ഹാദൽ മസ്ജിദി ഗൈറ ഖൗഖത്തി അബീ ബക്കറിൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക് പല സഹാബിമാർക്കും കടന്നു വരാൻ പല ഭാഗങ്ങളിൽ നിന്നും പ്രത്യേകം ചില വാതിലുകൾ ഉണ്ടായിരുന്നു റസൂലുള്ളാഹിയുടെ കാലത്ത്. ചിലർക്കൊക്കെ ചില സ്പെഷ്യൽ പരിഗണനകൾ ഉണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ചില പ്രത്യേക പരിഗണനകൾ ഉണ്ടായിരുന്നു. പലർക്കും കടന്നു വരാൻ പറ്റാത്ത ഘട്ടങ്ങളിലൊക്കെ പല സഹാബിമാർക്കും അവിടുത്തെ സമീപത്ത് എത്താൻ കഴിയുമായിരുന്നു. അങ്ങനെ പല വാതിലുകൾ, ചെറിയ ചെറിയ വാതിലുകളൊക്കെ ഉണ്ടായിരുന്നു മദീന പള്ളിയിൽ. അവസാനത്തെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സുദ്ദു അന്നി കുല്ല ഖൗഖത്തിൻ ഫീ ഹാദൽ മസ്ജിദി. ഇതാ ഈ പള്ളിയിൽ കാണുന്ന അത്തരത്തിലുള്ള ചെറിയ ചെറിയ വാതിലുകളോ മുഴുവനും നിങ്ങൾ അടച്ചു കളയണേ. ഗൈറ ഖൗഖത്തി അബീ ബക്കറിൻ, അബൂബക്കർ സിദ്ദീഖ് കടന്നു വരാറുള്ള വാതിലൊഴികെ അതടക്കണ്ട.
അതവിടെ തന്നെ നിൽക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇന്നും മദീനത്തെ പള്ളിയിൽ പോയി നോക്കിയാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നിരുന്ന വാതിലിന്റെ ഭാഗത്തേക്ക് ഒരു സ്പെഷ്യൽ വാതില്, ആ വാതിലിന്റെ ഭാഗത്ത് ആ നിലക്ക് പ്രത്യേകമായി എഴുതപ്പെട്ടിട്ടുള്ളതും നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ ഒരു പരിഗണന അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കാലശേഷമുള്ള ഒരു പ്രത്യേകമായ നേതൃത്വത്തിലേക്കുള്ള ഒരു സൂചന നൽകുകയാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും ആ ഖുത്ബയിൽ വേറെയും കുറെ കാര്യങ്ങൾ പറഞ്ഞു. അൻസാറുകളായ സഹാബിമാരെ സ്നേഹിക്കേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. കാരണം അല്ലാഹുവിന്റെ റസൂലിനെയും മുഹാജിരീങ്ങളെയും ഒക്കെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വരാനും നിങ്ങൾക്ക് വേണ്ട സംവിധാനങ്ങളൊക്കെ ഞങ്ങൾ ഈ നാട്ടിൽ ഒരുക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ വളർച്ചക്കും പുരോഗതിക്കും വേണ്ടി മദീനയിലേക്ക് ഹിജറ പോയ മുഹാജിരീങ്ങളായ ആളുകൾക്ക് വേണ്ടി കൈമൈ മറന്നുകൊണ്ട് സർവ്വരൂപത്തിലുള്ള സഹായങ്ങളും ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത നിലക്ക് ചെയ്തു കൊടുത്ത മഹാന്മാരാണ് അൻസാറുകളായ സഹാബത്ത്. വലിയ ആതിഥ്യമര്യാദയുള്ളവരാണവർ. ഇന്നും മദീനയിൽ പോയി നോക്കിയാൽ ആ ഒരു സ്വഭാവം നമുക്ക് കാണാൻ കഴിയുന്നു. എന്തൊരു സ്നേഹമാണ് വരുന്ന ആളുകളോട്, അഭയാർത്ഥികളായി ആ നാട്ടിലേക്ക് എത്തുന്ന ആളുകളോട് മദീനക്കാർക്കുള്ള സ്നേഹം എത്രയാണ്, അവരെന്തൊരു സ്നേഹമാണ് പ്രകടിപ്പിക്കാറുള്ളത്, എത്ര വലിയ ആതിഥ്യമര്യാദയാണ് അവർ കാണിക്കാറുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഊസീകും ബിൽ അൻസാർ, അൻസാരികളായ ആളുകളുടെ കാര്യത്തിൽ ഞാൻ നിങ്ങളോട് പ്രത്യേകം വസിയത്ത് ചെയ്യുന്നു. അൻസാറുകളെ സ്നേഹിക്കണം, അൻസാറുകളെ നിങ്ങൾ പ്രത്യേകം ബഹുമാനിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടത്തിൽ പറയുന്നു. ഫഇന്നഹും കരിശീ വഈബതീ, അവരെന്റെ കുടുംബമാണ്, അവരെന്റെ ആൾക്കാരാണ്, അവരെന്റെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന സ്നേഹിതന്മാരാണ്. വഖദ് ഖളൗല്ലദീ അലൈഹിം, അവരുടെ മേൽ ബാധ്യതയുള്ളതൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അവർക്ക് എനിക്ക് വേണ്ടി, ഈ സമുദായത്തിന് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി എന്തൊക്കെ സഹായം അവർക്ക് ചെയ്യാൻ കഴിയുമോ അതൊക്കെയും അവർ ചെയ്തിട്ടുണ്ട് ജനങ്ങളെ. വബഖിയല്ലദീ ലഹും, ഇനി അവരോട് ചെയ്യേണ്ട സ്നേഹമാണ് ബാക്കിയുള്ളത്. അവർ ചെയ്യേണ്ടതൊക്കെ അവർ ചെയ്തവരാണ്, ഇനി നമുക്കാണ് അവരോട് കടമ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ചില ഹദീസുകളിൽ കാണാം, ഹുബ്ബുൽ അൻസാരി മിനൽ ഈമാൻ, അൻസാരികളെ സ്നേഹിക്കൽ ഈമാനിൽപ്പെട്ടതാണ്. സ്വഹാബത്തിനെ ചീത്ത പറയുന്ന ആളുകളില്ലേ, സ്വഹാബിമാരെ മോശപ്പെടുത്തുന്ന കക്ഷികളില്ലേ, എത്രയോ കക്ഷികൾ ഇന്ന് ലോകത്ത് മഹാന്മാരായ സ്വഹാബത്തിനെ വില കുറച്ച് സംസാരിക്കുന്നവരുണ്ട്, അവരെ കുറ്റവാളികളാക്കുന്നവരുണ്ട്, അവരെ സ്വജനപക്ഷപാതികളാക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ പല രൂപത്തിലുള്ള ആരോപണങ്ങളും സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും അവരെ കുറിച്ച് പറയുന്നവരുണ്ട്. എല്ലാം അബദ്ധമാണ്. അവർക്കിടയിൽ നടന്നിട്ടുള്ള എന്തെങ്കിലും അപസ്വരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ കക്ഷി ചേരാൻ പാടില്ല എന്നാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ. നാം വിശ്വസിക്കേണ്ടത് അങ്ങനെയാണ്. ഏതെങ്കിലും സഹാബിമാർക്കിടയിൽ എന്തെങ്കിലും അപസ്വരങ്ങൾ ഉണ്ടായി എന്ന് ചരിത്രത്തിൽ വായിച്ചാൽ പോലും ഏതെങ്കിലും ഒരാളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് സംസാരിക്കാൻ മുസ്ലിമിന് പാടുള്ളതല്ല. കാരണം സ്വഹാബികളായ ആളുകൾ ഒന്നൊഴിയാതെ മുഴുവനും അല്ലാഹ് അവരെ സംബന്ധിച്ച് സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞതാണ്. റളിയല്ലാഹു അൻഹും, അല്ലാഹ് അവരെ പൊരുത്തപ്പെട്ടിരിക്കുന്നു, അല്ലാഹ് തൃപ്തിപ്പെട്ടിരിക്കുന്നു. അല്ലാഹ് തൃപ്തിപ്പെട്ട ഒരു ഈ ഭാഗത്തെ കുറ്റപ്പെടുത്താൻ കേമത്വമുള്ള വമ്പന്മാരാരായി ലോകത്ത് ജനിക്കാനുള്ളത്? എത്രയോ കക്ഷികളില്ലേ സഹാബിമാരെ ചീത്ത പറയുന്നവര്. ആ വിഷയത്തിലേക്ക് ഞാൻ ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. നമ്മൾ പല അവസരത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്, ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു എന്ത്? അൻസാറുകളുടെ കാര്യം പ്രത്യേകിച്ച് പറയുകയാണ്. ഈ നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഉപദേശങ്ങളൊക്കെ ആ ഘട്ടത്തിൽ നൽകുന്നു. മാത്രമല്ല തീരെ വയ്യാതായ ഘട്ടത്തിൽ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വത്തിലേക്കുള്ള ഒരു സൂചന കൂടിയായിട്ട് പിൽക്കാലത്ത് അത് മനസ്സിലാകുന്നുണ്ടല്ലോ. ആരെയാണ് നിസ്കാരത്തിന്റെ നേതൃത്വത്തിന് ഏൽപ്പിക്കുന്നത്? നമസ്കാരത്തിന്റെ നേതൃത്വത്തിന് ഇമാമത്ത് നിൽക്കാൻ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കഴിയാതെയാകുന്നു. കഴിവുള്ളപ്പോഴൊക്കെ അവിടുന്ന് പള്ളിയിലെത്തുന്നുണ്ട്, കഴിയുന്ന അവസരത്തിലൊക്കെ പള്ളിയിലെത്തുന്നുണ്ട്.
കഴിയാത്ത ഘട്ടത്തിൽ ആര് ഇമാമത്ത് നിൽക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ തീരുമാനിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന് വേദന, രോഗം കഠിനമായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ജമാഅത്തിന് പോകണം എന്ന ആശയുണ്ട്. പ്രവാചകൻ ചോദിച്ചു, അസല്ലന്നാസ്, ആളുകളൊക്കെ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞോ, നിസ്കരിച്ചോ? എനിക്ക് പോകാൻ തോന്നുന്നല്ലോ. സമയിക്കണ്, ജമാഅത്തിന് സമയമായപ്പോ അല്ലാഹുവിന്റെ റസൂല് വീട്ടിൽ ചോദിക്കാണ്, നിസ്കാരം കഴിഞ്ഞോ, എനിക്ക് പോണം, എനിക്ക് പള്ളിയിലേക്ക് പുറപ്പെടണം, പോണം. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുന്നു, മറ്റുള്ള ഭാര്യമാരോട് ചോദിക്കുന്നു. അപ്പൊ അവര് പറഞ്ഞു, ഫഖുൽനാ ലാ, ഇല്ല നബിയെ, നിസ്കരിച്ചിട്ടില്ല യാ റസൂലല്ലാഹ്. വഹും യന്തളിറൂനക, അവരങ്ങേ കാത്തിരിപ്പ് തന്നെയാണ്, അങ്ങ് ചെല്ലാതെ അവർ നിസ്കരിക്കൂല നബിയെ. അങ്ങേ പ്രതീക്ഷിച്ചവര് പള്ളിയിൽ സഹാബിമാര് കാത്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വഊലി മാഅൻ ഫിൽ മഖ്ലബി, നിങ്ങളൊരു പാത്രത്തിൽ എനിക്ക് വെള്ളം എടുത്തു വെക്കൂ, ഞാനൊന്ന് കുളിക്കട്ടെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി അവരത് ചെയ്തു കൊടുക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിക്കുന്നു. കുളിച്ചു കഴിഞ്ഞപ്പോ ഒരല്പം ഒരു ഉന്മേഷം തോന്നിയപ്പോ വേദന സഹിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ വേണ്ടി ഒരുങ്ങിയപ്പോഴേക്ക് ബോധം കെട്ട് വീഴുന്നു. അല്ലാഹുവിന്റെ റസൂല് കുളി കഴിഞ്ഞൊരു ആശ്വാസം തോന്നി പള്ളിയിലേക്ക് പോകണം എന്ന നിലക്കാണ് വേദനയൊക്കെ സഹിച്ചാണ്ട് എഴുന്നേറ്റതാ. അപ്പോഴേക്ക് ബോധം പോയി. പെട്ടെന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ബോധം തെളിയുന്നു. ബോധം പോയിട്ട് ബോധം തെളിഞ്ഞ ഉടനെ അതാണ് അല്ലാഹുവിന്റെ റസൂല് പിന്നെയും ചോദിക്കുന്നു, അസല്ലന്നാസ്, നിസ്കാരം കഴിഞ്ഞോ, ജനങ്ങളൊക്കെ നിസ്കരിച്ചോ? ഖുൽനാ, ഞങ്ങൾ പറഞ്ഞു, ലാ, ഇല്ല നബിയേ, ഹും യന്തളിറൂനക യാ റസൂലല്ലാഹ്, അവരങ്ങേ കാത്തിരിക്കുക തന്നെയാണ്. ഇപ്പോഴും റസൂലുള്ളാഹി പറഞ്ഞു, നാ കുറച്ചുകൂടി വെള്ളടിക്കിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതും കുളിക്കുന്നു. കുളിച്ച് ഉന്മേഷം തോന്നിയപ്പോ എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോഴേക്കും രണ്ടാമതും ബോധം കെടുന്നു. രണ്ടാമതും ബോധക്ഷയം സംഭവിക്കുന്നു. ബോധം പിന്നെയും തെളിയുന്നു. തെളിഞ്ഞപ്പോ പിന്നെയും ചോദ്യം, വസല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ? എല്ലാവരും നിങ്ങളെ കാത്തിരിക്കുകയാണ് നബിയെ എന്ന് പറഞ്ഞപ്പോ, എന്നാൽ വെള്ളം കുറച്ചുകൂടെ തരൂ, ഞാൻ ഒന്നുകൂടെ എന്റെ ശരീരം ഒന്ന് കഴുകട്ടെ, ഒന്നുകൂടെ ഒന്ന് കുളിച്ചു നോക്കട്ടെ. മൂന്നാമതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിച്ചിട്ട് അല്പം ഉന്മേഷം തോന്നിയപ്പോ എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോഴേക്ക് പിന്നെയും ബോധം കെട്ട് വീഴുന്നു. മൂന്നാമത്തെ തവണയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധരഹിതനായി. ബോധം തെളിഞ്ഞ് മൂന്നാം തവണയും ബോധം തെളിഞ്ഞപ്പോഴും ചോദ്യം ഇത് തന്നെയാണ്. സഹോദരന്മാരെ, ശ്രദ്ധിക്കണം. ബോധം പോയി ബോധം തെളിയുമ്പോഴൊക്കെ ആ മനസ്സിൽ അസ്സലാ, നിസ്കാരം കഴിഞ്ഞുവോ? കാരണം ഒരു മനുഷ്യന് നാളെ പരലോകത്തെത്തിയാൽ ആദ്യം നേരിടേണ്ടത് അവന്റെ നിസ്കാരത്തെ കുറിച്ചുള്ള ചോദ്യമല്ലേ? കർമ്മങ്ങളിൽ അതല്ലേ അവിടുന്ന് പഠിപ്പിച്ചിരുന്നത്? ആ നേതാവ് അത് അക്ഷരാർത്ഥത്തിൽ അവിടുത്തെ ജീവിതത്തിൽ അത് അന്തിമ സമയം വരെ പാലിച്ച് കാണിച്ചു തരികയാണ്. എന്നിട്ടതാ നിസ്കരിച്ചിട്ടില്ല, അങ്ങേ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോ 3 തവണ അവിടുത്തേക്ക് ബോധക്ഷയം സംഭവിച്ചു. അപ്പൊ നിങ്ങൾ നോക്കണം എത്ര സമയം പിടിക്കും. ആ സമയത്തൊക്കെ പുന്നാര നേതാവ് വരാൻ വേണ്ടി സഹാബത്ത് കാത്തിരിപ്പ് തന്നെയാണ്. ആ അവസരത്തിൽ ബോധം തെളിഞ്ഞപ്പോ പിന്നെയും ചോദിക്കുന്നു, നിസ്കാരം കഴിഞ്ഞുവോ? ഇല്ല, അവരങ്ങയെ പ്രതീക്ഷിച്ചിരിപ്പ് തന്നെയാണ്. ആ അവസരത്തിൽ സഹാബിമാരുടെ സ്ഥിതി എന്താണ്? ഫിൽ മസ്ജിദി യന്തളിറൂന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിസ്വലാത്തിൽ ഇശാ. ഇശാ നിസ്കാരത്തിന് നേതാവ് വരും, വരാതിരിക്കില്ല. ആ പ്രതീക്ഷയിൽ സഹാബത്ത് എത്രയോ നേരം വൈകിയിട്ടുണ്ട്. പതിരാവ് കഴിഞ്ഞിട്ടും കാത്തിരിപ്പ് തന്നെ. ഫഅർസലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മനസ്സിലായി തന്നെ കൊണ്ടുപോകാൻ പറ്റില്ല, കഴിയില്ല, ശ്രമിച്ചിട്ട് കാര്യമില്ല, പള്ളിയിൽ എത്തില്ല, എനിക്കതിനുള്ള ആരോഗ്യമില്ല. ആ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു ദൂതനെ പറഞ്ഞയച്ചിട്ട് പറയുന്നു, അബൂബക്കറെ, ജനങ്ങൾ പള്ളിയിൽ കാത്തിരിപ്പല്ലേ, അവർക്ക് ഇമാമത്ത് നിൽക്കൂ, നേതാവായിരുന്നു കൊണ്ട് ഇമാമായിരുന്നു കൊണ്ട് നിസ്കാരം നിർവഹിക്കൂ.
ദൂതൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് പോയിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ കൽപ്പന അങ്ങ് അറിയിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പന അറിയിച്ചു. എന്താ പറഞ്ഞത്? നബി തങ്ങൾ അങ്ങയോട് കൽപ്പിക്കുന്നു, നിങ്ങൾ ജനങ്ങളെയും കൊണ്ട് നിസ്കരിക്കണമെന്ന്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വകാന റജുലൻ റഖീഖാ, അദ്ദേഹം വളരെ ലോല ഹൃദയനായ മനുഷ്യനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, യാ ഉമർ, യാ ഉമർ, ഉമറേ സ്വല്ലി ബിന്നാസ്, ജനങ്ങളെ കൊണ്ട് അങ്ങ് നിസ്കരിക്കൂ, ഞാൻ അതിനായിട്ടില്ല. നോക്കൂ നിങ്ങൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയും, എനിക്ക് കഴിയൂല, അല്ലാഹുവിന്റെ റസൂൽ നിന്ന മിഹ്റാബിൽ നിൽക്കാൻ എനിക്ക് കഴിയില്ല, ഉമറേ നിങ്ങൾ നിസ്കരിക്കൂ, ജനങ്ങളെയും കൊണ്ട് നിങ്ങൾ നിസ്കരിക്കൂ. ഫഖാല ലഹു ഉമർ, ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, അല്ല, നിങ്ങൾ അങ്ങനെ പറയരുത്, അൻത അഹഖു ബിദാലിക, അങ്ങയാണ് അതിന് ഏറ്റവും അർഹതപ്പെട്ടയാള്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഇതിന് അർഹതപ്പെട്ട ആൾ ഉണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ കഴിഞ്ഞാൽ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ യോഗ്യനായ ഒരാളുണ്ടെങ്കിൽ അതങ്ങാണ് അബൂബക്കറേ. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവാണ്. പിന്നെ കുറെ ദിവസങ്ങൾ, ഏതാനും സമയങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരാത്തപ്പോഴൊക്കെ നിസ്കരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അവശനായ നേരത്തും നമസ്കാരത്തിന്റെ ബോധമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇത്ര വലിയ ഗൗരവത്തോടുകൂടെയാണ്. നോക്കൂ നിങ്ങൾ, നമ്മുടെ സമൂഹത്തിൽ ചില വലിയവന്മാരൊക്കെ പറയുന്നു, അള്ളാന്റെ അടുത്തേക്ക് ഒരാൾ അങ്ങ് സ്നേഹിച്ച് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിസ്കാരമൊന്നും അത്ര അയാൾക്ക് വേണ്ടാത്ത ഒരു മർത്തബയിലേക്ക് അയാൾ എത്തിച്ചേരുന്നതാണ് എന്ന് ചില പിഴച്ച കക്ഷികളൊക്കെ പറയാറില്ലേ? അള്ളാഹിനോട് സ്നേഹം മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ശരീഅത്തിന്റെ വിധിവിലക്കുകളൊന്നും അവർക്കത്ര നിർബന്ധമാവില്ല. അങ്ങനെ അവര് നിസ്കരിക്കുന്നത് നമ്മൾ കാണില്ല. നിസ്കരിക്കുന്നത് കണ്ടില്ലെങ്കിലും അവരെ പറ്റി ഒന്നും തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്നൊക്കെ ചില പിഴച്ച കക്ഷികൾ പറയാറില്ലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോളം അള്ളാഹിനോട് മഹബ്ബത്തുള്ള ഒരാള് ലോകത്ത് വന്നിട്ടുണ്ടോ? ഇനി വരാനുണ്ടോ? ഇല്ല. അള്ളാഹനത്ര മനസ്സിലാക്കിയ, അള്ളാഹുവിനോട് സ്നേഹമുള്ള, അള്ളാഹുവിനെ സ്നേഹിച്ച ഭക്തിയുടെ നിറകുടമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധം കെട്ട് ഓർമ്മ വരുന്ന നേരത്തൊക്കെ ജമാഅത്തിന് പോകാൻ വേണ്ടിയാണ് ഏറ്റവും വലിയ ആശ പ്രകടിപ്പിക്കുന്നത്. രോഗിയായപ്പോഴും നിസ്കാരത്തിന്റെ കാര്യമാണ് പറയുന്നത്, അതിനെപ്പറ്റിയാണ് ചിന്തിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ, കേട്ടിട്ടില്ലേ? ചില ഔലിയാക്കന്മാരെന്ന് പറയുന്ന ചില വ്യാജവാദികൾ, അവർ ചില സ്ഥലങ്ങളിലേക്ക് കയറിക്കൂടിയാൽ അവർ നിസ്കാരമില്ല, ജമാഅത്തിന് പള്ളിയിൽ പോവില്ല, അവർ നിസ്കരിക്കുന്നത് കാണില്ല. നിസ്കരിക്കാത്തത് എന്തെന്ന് ചോദിച്ചാൽ അവർ കൈപ്പത്തി ഉയർത്തി കാണിച്ചിട്ട്, അതാ ഞാൻ അവിടെ കഅബയിൽ ഇമാമത്ത് നിൽക്കുകയാണ്, മസ്ജിദുൽ ഹറാമിലാണ് എന്നൊക്കെ പറഞ്ഞ് അതുപോലും വിശ്വസിക്കാൻ ആളെ കിട്ടുന്ന മഠയന്മാരായ അനുയായികളുള്ള ഒരു കാലമായി പോയില്ലേ ഇന്നത്തെ കാലഘട്ടം? അതുവരെ വിശ്വസിക്കാൻ ഇന്ന് ആളില്ലേ? എന്താ അങ്ങനെ ഉണ്ടായിക്കൂടെ എന്ന് ചോദിക്കുന്ന കൗമല്ലേ? അള്ളാഹ് നന്നാക്കട്ടെ. സഹോദരന്മാരെ, എത്രമാത്രം മതപ്പതിച്ചു പോയി നമ്മുടെ മുസ്ലിം സമുദായം. എത്ര മോശപ്പെട്ട വിശ്വാസങ്ങൾ പേറിക്കൊണ്ടാണ് നടക്കുന്നത്. അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് ചില വലിയ പദവി അങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവര് നിസ്കരിക്കുന്നത് കാണില്ല പോലും. അവരുടെ ഒരു തടി ഇങ്ങനെ നിസ്കരിക്കുന്നൊന്നുമില്ലെങ്കിലും അവരുടെ വേറെ തടി ഇബാദത്തിലായിരിക്കും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എത്ര തടി ഉണ്ടായിരുന്നു, എത്ര തടി ഉണ്ടായിരുന്നു. ബോധം കെടുകയാണ്. ബോധം വരുമ്പോഴൊക്കെ നിസ്കരിച്ചോ നിസ്കരിച്ചോ എന്നാണ് ചോദിക്കുന്നത്. അവിടുത്തെ രോഗിയായ ഒരു തടി അവിടെ കിടത്തിയിട്ട് മദീനത്തെ പള്ളിയിലേക്ക് മിഹ്റാബിലേക്ക് മറ്റൊരു തടിയെ വിട്ടുകൂടായിരുന്നോ? ഈ ബഹുശരീര വക്താക്കൾക്ക്, ഈ രൂപത്തിലുള്ള ഒരാൾക്ക് തന്നെ ധാരാളം തടികളുണ്ടെന്ന് വാദിക്കുന്ന ഈ പിഴച്ച കക്ഷികൾക്ക് അങ്ങനെയും ചിന്തിച്ചുകൂടെ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അങ്ങനെ പല ശരീരങ്ങൾ ഉണ്ടായിരുന്നോ? നിങ്ങൾ ആലോചിച്ചു നോക്കണം. ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ ഖബറാരാധകന്മാര് പറഞ്ഞു പ്രചരിപ്പിക്കുന്ന
ഏറ്റവും വലിയ അന്ധവിശ്വാസങ്ങളാണ്. മഹത്തുക്കളായ ആളുകൾക്ക് ഒന്നിലേറെ ശരീരമുണ്ടാകും, ധാരാളം തടികളുണ്ടാകും. അവരുടെ വിവിധ തടികൾ പല സ്ഥലത്തായിരിക്കും. അതുകൊണ്ട് അവർ നമസ്കരിക്കുന്നത് കണ്ടില്ലെങ്കിലും ആക്ഷേപിക്കാൻ പാടില്ല, അവർ എന്ത് ചെയ്യുന്നത് കണ്ടാലും വിമർശിക്കാൻ പാടില്ല. കാരണം അവർക്കൊക്കെ പല ശരീരമാണ് പോലും. നിങ്ങൾ നോക്കൂ, ഇത് ഇസ്ലാമിലെ വിശ്വാസമാണോ അതോ മറ്റേതോ ഏതോ രൂപത്തിലുള്ള ഇബ്ലീസിയൻ ചിന്താഗതിയാണോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വളരെ അവശത അനുഭവിക്കുന്ന ഘട്ടത്തിൽ പോലും ഓർമ്മ വരുമ്പോ നിസ്കരിച്ചോ നിസ്കരിച്ചോ എന്ന് ചോദിക്കുന്നതായിട്ടാണ് നമ്മൾ കേൾക്കുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് നമസ്കാരത്തിന്റെ ഗൗരവം. നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയായി കിടക്കുമ്പോഴും ആ ചിന്ത ഉണ്ടായിരുന്നു. നമ്മൾ ഓർക്കണം, തിരക്കുകൾക്കിടയിൽ നമ്മൾ നമസ്കാരം സമയത്ത് നിർവഹിക്കാൻ മറന്നുപോകുന്നുവോ, ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്നുവോ, നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്നുവോ? പുരുഷന്മാരെ, നിർബന്ധമായും പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കേണ്ട ബാധ്യതയുള്ളവരല്ലേ നമ്മൾ? ആ ബാധ്യതയെ വിട്ടുകൊണ്ട്, ആ കാര്യത്തിൽ ഉദാസീനതയും ആലസ്യവും കാണിച്ചുകൊണ്ട് റൂമുകളിൽ നിന്ന് നമസ്കരിക്കുകയും അത് തന്നെ വേണമെന്നോ വേണ്ടമെന്നോ എന്ന ചിന്താഗതിയില്ലാതെ, അതിനൊരു മനസ്സാന്നിധ്യം പോലും ഇല്ലാതെ ഒരു കഴിച്ചുകൂട്ടുന്ന ചടങ്ങുകളാക്കി മാത്രം മതപ്പതിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഓ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നമസ്കാരത്തിന്റെ കാര്യത്തിൽ അവസാന നിമിഷം വരെയും നമ്മുടെ നേതാവ് കാണിച്ച ഒരു താല്പര്യം എത്രയാണ്! ആ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടിട്ടുള്ള, ഒരു പാപവുമില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഇത്രമാത്രം കണിശത ഈ ഇബാദത്തിന്റെ കാര്യത്തിൽ പുലർത്തിയെങ്കിൽ, സമയമായിട്ടും ആ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാതെ നമുക്ക് തോന്നുമ്പോൾ നിർവഹിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ നമ്മുടെ ദുരന്തം എത്രമാത്രം ആഴത്തിലാണ്, നമ്മുടെ അധപ്പതനം എത്രമാത്രം ആഴത്തിലാണ് ചിന്തിക്കണമെന്ന് ഈ സാന്ദർഭികമായിട്ട് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ് സഹോദരന്മാരെ. ആലോചിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അവസരത്തിലും പ്രത്യേകമായി അതവിടുന്ന് ചിന്തിച്ചിട്ടുണ്ട്. മാത്രമല്ല, തന്റെ ശേഷമുള്ള ഒരു നേതൃത്വത്തിലേക്കുള്ള ഒരു സൂചന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി ഷിയാക്കൾ എന്താ പറയുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ചീത്ത പറയുകയല്ലേ എന്ന് ഇറാനിലെ ഷിയാക്കളടക്കം ലോക ഷിയാക്കൾ മുഴുവനും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും പേരിൽ എത്ര തെറിയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ കാരണം? അബൂബക്കർ അധികാര കൊതിയനായിരുന്നു പോലും, ഉമർ അധികാര കൊതിയനായിരുന്നു പോലും. അലി റളിയല്ലാഹു തആല അൻഹുവിന് കിട്ടേണ്ടുന്ന ഖലീഫ എന്ന സ്ഥാനം അബൂബക്കർ തട്ടിയെടുത്തതാണ്. അധികാരമോഹിയാണ്, നേതൃമോഹിയായിരുന്നു എന്നൊക്കെ പറയുന്ന ഷിയാക്കളില്ലേ, ആ പിഴച്ച കക്ഷികൾ, അള്ളാന്റെ ശാപമല്ലേ അവർക്ക് കിട്ടുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് എങ്ങനെ അവർക്കത് പറയാൻ കഴിയും? എങ്ങനെ പറയാൻ കഴിയും? ഒരു രാജ്യത്തിന്റെ ഖിലാഫത്ത് പോയിട്ട് അതാ എന്റെ സഹാബിമാരെ കൂട്ടിയിട്ടൊന്ന് നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കൂ എന്ന് പറഞ്ഞപ്പോൾ പോലും ചാടിക്കയറിയിട്ട് എന്നാ കിട്ടിയ ചാൻസ് അല്ലേ ഞാനങ്ങ് ഇമാമത്ത് നിന്നേക്കാമെന്ന അധികാര കൊതിയൊന്നും മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൽ കാണുന്നില്ലല്ലോ. ആ അഭിപ്രായവുമായി ചെന്ന ദൂതനോട് പറയുന്നത്, എനിക്കതിന് സാധ്യമല്ല. പ്രത്യേകിച്ച് നിങ്ങൾ നോക്കൂ, ഇതേ അഭിപ്രായം പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അതൊന്ന് മടിച്ചപ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ശുപാർശ പറഞ്ഞു നോക്കി. ബാപ്പന്റെ കാര്യം വിടൂ നബിയെ, ബാപ്പാക്ക് അതിന് കഴിയൂല, ബാപ്പാക്ക് അതിന് അത്ര കഴിയാത്ത ആളാണ്. എന്താ, ഇൽമില്ലാഞ്ഞിട്ടാണോ? തഖ്വയില്ലാഞ്ഞിട്ടാണോ? ആയിഷ റളിയല്ലാഹു തആല അൻഹ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഇടപെട്ട് പറഞ്ഞു നോക്കുന്നു, ഇന്നഹു റജുലുൻ റഖീഖ്, എന്റെ ഉപ്പ വളരെ ലോലഹൃദയനാണ് നബിയെ. ഇദാ ഖാമ മഖാമക, അങ്ങ് നിൽക്കുന്ന സ്ഥാനത്ത് ബാപ്പ നിന്നാൽ ലം യസ്തതി അൻ യുസല്ലിയ ബിന്നാസ്, ജനങ്ങളെ കൊണ്ട് നിസ്കരിക്കാൻ ഉപ്പാക്ക് കഴിയാതെയാകും. നിയന്ത്രിക്കാനാവാത്ത ആളാ ഉപ്പ. കരഞ്ഞു കരഞ്ഞൊരു പക്ഷെ പാരായണം ചെയ്യാൻ കഴിയൂല. അതുകൊണ്ട് നബി ഉപ്പാനെ ഒഴിവാക്കി. ഉപ്പാനെ ഒരു നിർബന്ധിക്കല്ലേ. ഇതിങ്ങനെ ആവർത്തിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുരിയ അബൂബക്കറിൻ ഫല്യുസല്ലി ബിന്നാസ്, സിദ്ദീഖുൽ അക്ബറിനോട് പറയൂ നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കാൻ. ആയിഷ റളിയല്ലാഹു തആല അൻഹ പിന്നെയും ഇത് തന്നെ ആവർത്തിച്ചു, നബിയെ
ഉപ്പാനെ ഒഴിവാക്കണം, അതാ നല്ലത്. ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മുരീ അബൂബക്കറിൻ, അബൂബക്കറിനോട് കൽപ്പിക്കൂ, അദ്ദേഹം തന്നെ നിസ്കരിക്കണം. ഫഇന്നകുന്ന സവാഹിബു യൂസുഫ, നിങ്ങൾ ആ യൂസുഫ് നബിയെ അപകടത്തിലാക്കിയ സ്ത്രീവർഗത്തിന്റെ പാരമ്പര്യമുള്ള ആളുകളല്ലേ. നിങ്ങൾ വർത്താനൊന്നും പറയണ്ട, നിങ്ങൾ ആ വർത്താനങ്ങളൊന്നും പറയണ്ട. അബൂബക്കറിനോട് നിസ്കരിക്കാൻ പറയൂ, വേറൊന്നും പറയണ്ട, വേറൊന്നും ഇങ്ങോട്ട് പറയണ്ട. ഇങ്ങനെയൊക്കെ എത്രമാത്രം പിന്നെയും പിന്നെയും പ്രേരിപ്പിച്ചിട്ടാണ് മദീന പള്ളിയിൽ നിസ്കാരത്തിന്റെ ഇമാമത്ത് സ്ഥാനം പോലും ആരേറ്റെടുക്കുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറ്റെടുക്കുന്നത്. എന്നിട്ടാണ് ലോകത്ത് ഈ പിഴച്ച കക്ഷികളായ ശിയാക്കൾ മുഴുവനും പറഞ്ഞു നടക്കുന്നു, അലി റളിയല്ലാഹു അൻഹുവിന് കിട്ടേണ്ടുന്ന അധികാരമോഹിയായ അബൂബക്കർ തട്ടിയെടുത്തതാണ്, അധികാര കൊതി മൂത്തിട്ട് ചെയ്തതാണ് എന്ന് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിക്കുന്ന പിഴച്ചുപോയ കക്ഷികളുണ്ട്. അവർക്കതെങ്ങനെ പറയാൻ കഴിയുന്നു എന്ന് ഈ ചരിത്രം വായിക്കുമ്പോ ഏതൊരു മുസ്ലിമിന്റെ മനസ്സിലാണ് ആശങ്ക തോന്നാത്തത്? അത്ര ഗുരുതരമായ അബദ്ധമാണ് അവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, തനിക്ക് ശേഷം ഖിലാഫത്ത് ആരിലേക്ക് നീങ്ങണം എന്ന ഒരു സൂചന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വേറെയും ചില വർത്തമാനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് സാന്ദർഭികമായി നമ്മൾ അറിയണം, നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ നോക്കൂ, ഒരു സംഭവം പറയുകയാണ്. അത്തത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇംറഅത്തുൻ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഒരു സഹാബാ വനിതയെത്തി. ഫകല്ലമതുഹു ഫീ ശൈഇൻ ഫഅമറഹാ അൻ തർജിഅ ഇലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അവരെന്തൊക്കെയോ ചില മസ്അലകൾ ചോദിക്കാൻ ചെന്നതാണ്. അങ്ങനെ കുറെ സംസാരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട്, ഇനി വല്ല ആവശ്യവുമുണ്ടെങ്കിൽ ഇനിയും മടങ്ങി വന്ന് ചോദിച്ചോളാൻ വേണ്ടി പറയുന്നു. ആ അവസരത്തിൽ ഈ സഹാബാ വനിതയുടെ ഒരൊറ്റ ചോദ്യം, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അറഅയ്ത ഇൻ ജിഅ്തു വലം അജിദ്ക, ഇനി ഞാൻ ഒരിക്കൽ നിങ്ങളുടെ അടുക്കേക്ക് മടങ്ങി വരുമ്പോ അങ്ങയെ ഞാൻ കണ്ടില്ലെങ്കിലോ? ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവി റിപ്പോർട്ട് ചെയ്യുകയാണ്, കഅന്നഹാ തുരീദുൽ മൗതാ, അങ്ങ് വഫാത്തായി പോയാ ഞാൻ ആരുടെ അടുത്തേക്കാണ് പ്രശ്നത്തിന് ചെല്ലേണ്ടത്? അങ്ങില്ലെങ്കിൽ പിന്നെ ഞാൻ ആരെ സമീപിക്കണം എന്നതാണ് ആ മഹദിയുടെ ചോദ്യം. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഞാൻ വഫാത്തായാലും എന്റെ ഖബറില്ലേ, എന്റെ ഖബറിൽ വന്ന് ചോദിച്ചോ എന്ന് പറഞ്ഞോ, എന്റെ ഖബറിന്റെ സമീപത്തേക്ക് വന്നോളൂ എന്ന് പറഞ്ഞോ. ഞാൻ വഫാത്തായാലും ജീവിച്ചിരിക്കുമ്പോഴും ഒരുപോലെ തന്നെയാണ്. എനിക്കെല്ലാം കേൾക്കാനും എനിക്കെല്ലാം കാണാനും എനിക്കെല്ലാം അറിയാനും എനിക്കെല്ലാ പ്രശ്നങ്ങളിലും ഇടപെടാനും കഴിയുമെന്നാണോ അവിടുന്ന് പഠിപ്പിച്ചത്? അങ്ങയെ കണ്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി എന്താണ്? കേട്ടോളൂ, ഇല്ലം തജിദീനി ഫഅതി അബൂബക്കറിൻ, എന്നെ നീ കണ്ടില്ലെങ്കിൽ അബൂബക്കറിന്റെ അരികിലേക്ക് ചെല്ലണം. എന്നെ കണ്ടില്ലെങ്കിൽ അബൂബക്കർ സിദ്ദീഖിന്റെ അരികിലേക്ക് ചെല്ലണം. നോക്കൂ നിങ്ങൾ, അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പറഞ്ഞതിലൂടെ അവിടുന്ന് ഒരു സൂചന അതിലും കിട്ടുകയാണ്. തനിക്ക് ശേഷം വേണ്ടത് ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെന്നൊരു സൂചന അതിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. മാത്രമല്ല, ഖിലാഫത്ത് സംബന്ധമായ ചർച്ച നടന്നപ്പോ സഹാബിമാര് പറഞ്ഞില്ലേ, ഹിജ്റക്ക് പോയപ്പോ ഇദ്ഹുമാ ഫിൽ ഗാരി എന്ന് പറഞ്ഞില്ലേ, ആ ഗുഹയിൽ ആ രണ്ടിൽ രണ്ടാമനായിട്ടുണ്ടായിരുന്ന കൂട്ടാളി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലേ? നമുക്ക് പിന്നെന്താ സംശയിക്കാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ സ്വഹാബത്ത് ഒന്നടങ്കം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് ബൈഅത്ത് ചെയ്തത്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു പ്രത്യേകമായ ഘട്ടത്തിൽ അതാ ഓരോ ഉപദേശങ്ങളും നടത്തിയ കൂട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഖബർ ആരാധനയെ സംബന്ധിച്ച് അവിടുന്ന് ഗൗരവത്തോടുകൂടി പറഞ്ഞിട്ടുണ്ട്. ഖബറിങ്ങിൽ വന്നിട്ടുള്ള ആ നിലക്ക് പല പഴച്ചുപോയ കക്ഷികളും ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അന്തിമമായ ഉപദേശങ്ങളിലും ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് പറയുന്നു, അലാ അറിയണേ, വഇന്നമൻ കാന ഖബലകും കാനൂ യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം വസാലിഹീഹിം മസാജിദ്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവസാന ദിവസങ്ങളിൽ കൊടുക്കുന്ന ഉപദേശങ്ങളാണ്. എന്താ പറയുന്നത്? അറിയണം ജനങ്ങളെ, നിങ്ങളുടെ മുമ്പുള്ള കക്ഷികൾ ചിലരൊക്കെ
അവരുടെ അമ്പിയാക്കളുടെ ഖബറുകളെ അവര്, അതുപോലെ തന്നെ അവരുടെ സ്വാലിഹീങ്ങളുടെയും അഥവാ സദ്വൃത്തന്മാരുടെയും പുണ്യാളന്മാരുടെയും ഒക്കെ ഖബറുകളെ അവർ ആരാധനാ സ്ഥലങ്ങളാക്കി മാറ്റിയിരുന്നു. അതുകൊണ്ട് അലാ, നിങ്ങൾ അറിയണേ, ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ, നിങ്ങൾ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കരുത്. ഫഇന്നീ അൻഹാകും മിൻ ദാലിക, ഞാൻ അത് നിങ്ങളോട് ശക്തമായി വിരോധിക്കുന്നു. മാത്രമല്ല, അത് പള്ളിയിൽ വെച്ച് പറഞ്ഞതിന് പുറമെ, ഖുതുബയിൽ അവസാന നിമിഷങ്ങളിൽ പറഞ്ഞതിന് പുറമെ, വീട്ടിൽ രോഗിയായി കിടക്കുന്ന നേരത്ത് പോലും അത് പറഞ്ഞിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന് വഫാത്ത് ഹാജരായ ഘട്ടത്തിൽ അവിടുത്തെ ഒരു പുതപ്പ് കൊണ്ട് ഇങ്ങനെ ഇടക്ക് മുഖത്തേക്ക് ഇടുന്നുണ്ട്. അസ്വസ്ഥത, പുതപ്പ് ഇടക്ക് മുഖത്തേക്ക് ഇടുന്നുണ്ട്. അത് ശ്വാസം മുട്ടുന്ന അനുഭവം പോലെ തോന്നുമ്പോ മുഖത്ത് നിന്ന് ആ തുണിയെടുത്ത് നീക്കുന്നുണ്ട്. അപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നുണ്ട്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറാ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. ജൂത ക്രൈസ്തവരുടെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. എന്തേ കാരണം? ഇത്തഖദൂ, അവർ സ്വീകരിച്ചു, അവരാക്കി തീർത്തു, ഖുബൂറ അംബിയാഇഹിം, അവരുടെ അംബിയാക്കന്മാരുടെ ഖബറുകളെ മസാജിദ, ആരാധിക്കുന്ന കേന്ദ്രങ്ങളാക്കി മാറ്റി. ഖബറുകൾ ആരാധനാ കേന്ദ്രങ്ങളാക്കി, ഖബറുകൾ പൂജാസ്ഥലങ്ങളാക്കി മാറ്റിയ ജൂത ക്രൈസ്തവ നടപടിയെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലും ഈ ഉമ്മത്തിനോട് അവിടുന്ന് താക്കീത് ചെയ്യുകയാണ്. ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, യുഹദ്ദിറു, അവിടുന്ന് മുന്നറിയിപ്പ് നൽകിയതാണ്, അവിടുന്ന് പേടിപ്പെടുത്തിയതാണ്, മിസ്ലല്ലദീ സ്വനഉഹു, ആ ജൂത ക്രിസ്ത്യാനികൾ ചെയ്ത പണി ഈ സമുദായത്തിൽ ഇല്ലാതിരിക്കാൻ അവിടുന്ന് അവസാന ഘട്ടത്തിലും താക്കീത് നൽകിയതാണ്. വേറെ ചില റിപ്പോർട്ടുകളിൽ കാണാം, ഖാതലല്ലാഹുൽ യഹൂദ, യഹൂദികളെ അല്ലാഹു തആല നശിപ്പിക്കട്ടെ, ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരുടെ അമ്പിയാക്കളുടെ ഖബറുകളെ അവർ ആരാധനാ കേന്ദ്രങ്ങളാക്കിയവരാണ്. എത്ര ഗൗരവത്തോടെ ഈ സമുദായത്തോട് നൽകിയ അന്തിമമായ വസിയത്താണത്. ആ അന്തിമമായ വസിയത്തുകളെ പോലും കാറ്റിൽ പറത്തുന്ന ചിലർ അവകാശപ്പെടുന്നു, ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പിരിശമാണ്, അള്ളാന്റെ റസൂലിനോട് ഞങ്ങൾക്ക് മഹബത്താണെന്ന് വാദിക്കുന്ന കക്ഷികളതാ. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആളുകളാണെന്ന് വാദിക്കുന്ന കക്ഷികളതാ. രാജ്യത്തൊട്ടാകെ ഔലിയാക്കളുടേതൊന്നും അല്ലാത്തതൊന്നും വ്യത്യാസമില്ലാതെ ആ പേര് പറയപ്പെടുന്നവരുടെയും അല്ലാത്തവരുടെയും ഒക്കെ ഖബറുകൾ കെട്ടിപ്പടുക്കുന്നു, ആരാധനാ കേന്ദ്രങ്ങളാക്കുന്നു, സുജൂദുകൾ നടക്കുന്നു, തൊട്ടുമുത്തുന്നു, വന്ദിക്കുന്നു, അതുപോലെ തന്നെ അതിന്മേൽ ചാരം മൂടുന്നു, അവരുടെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് വിളക്ക് കൊളുത്തുന്നു, അവിടെ ഉറൂസുകൾ സംഘടിപ്പിക്കുന്നു, അവിടെ പല രൂപത്തിലുള്ള സംവിധാനങ്ങളും അവർ ഏർപ്പെടുത്തുന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് മഹബ്ബത്ത് പറയുന്ന ഈ കക്ഷികൾ അവിടുത്തെ അന്തിമ വസിയത്തിനെ പോലും വില വെച്ചില്ലല്ലോ. എത്ര ഗൗരവമാണെന്ന് മുസ്ലിം സമുദായമേ വളരെ ആലോചിക്കേണ്ട ഗൗരവമുള്ള വിഷയമാണ്. ഒരാളോട് സ്നേഹമുണ്ടെങ്കിൽ അവസാന നേരത്ത് പറഞ്ഞതെങ്കിലും പാലിക്കൂലേ? മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവസാന വസിയത്തുകൾ പോലും കാറ്റിൽ പറത്തിയിട്ട് മൗലാനമാര് അതാ ഓരോരുത്തരുടെ ജാറങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ നടക്കുകയാണ്, ജാറങ്ങൾക്ക് തറക്കല്ലിടാൻ നടക്കുകയാണ്, ദർഗകൾ കെട്ടിപ്പൊക്കാൻ നടക്കുകയാണ്, മഖാമുകൾ വിപുലീകരിക്കാൻ നടക്കുകയാണ്. ഇസ്ലാമികമാണോ? നിങ്ങൾ നോക്കൂ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടുകൂടി ഈ ഉമ്മത്തിനോട് പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് എന്ത് വേണം? അവിടുന്ന് ഈ ഗൗരവത്തോടുകൂടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കുകയും ആ ഗൗരവതരമായ വിഷയങ്ങളുടെ ഗൗരവം അങ്ങനെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ചുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും മുസ്ലിം അവന്റെ ജീവിതത്തിൽ നിലനിർത്താൻ ശ്രമിക്കേണ്ടതുണ്ട്. അതാണ് നമുക്ക് ഇതിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും വലിയ പാഠം. അതാണ് ഏറ്റവും വലിയ ഗൗരവമുള്ള കാര്യമാണത്. ഇത് നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
അവിടുന്ന് ഈ അവസാന സമയങ്ങളിൽ ഇങ്ങനെ ദിവസങ്ങളിൽ ഇങ്ങനെ എത്തുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് ചില സ്വകാര്യം പറയുന്ന ഒരു രംഗം മഹാന്മാരായ സ്വഹാബാ കിറാം അതല്ലെങ്കിൽ അവിടുത്തെ ഭാര്യമാര് തന്നെ അത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ എല്ലാ ഭാര്യമാരുമുണ്ട്. ആ ഘട്ടത്തിലാണ് ഒരിക്കൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഇങ്ങനെ കടന്നു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക്. ഫാത്തിമ ബീവി ഇങ്ങനെ നടന്നു വരുമ്പോ ആ നടത്തത്തെ പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാര് പറയാണ്, അവരുടെ നടത്തം കണ്ടാൽ മിശ്യത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂലാണ് ആ പോണ് എന്നെ ഉറപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അതേ നടപ്പ് നടന്നിങ്ങനെ പോകുന്നത് കണ്ടാൽ നബി ആ നടക്കണമെന്ന് തോന്നും, മകളെ നടത്തം കണ്ടാൽ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുമ്പോൾ അങ്ങനെ നടന്നു വരുന്നു ഫാത്തിമ. കണ്ടപാടെ വളരെ അവശനിലയിലാണ്. കണ്ടപാടെ മകളെ കണ്ടപാടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മർഹബാ ബിബ്നതി, മോളെ മർഹബാ, സ്വാഗതം മോളെ. ഫാജിലസഹാ അൻ യമീനിഹി ഔ അൻ ശിമാലിഹി. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി പറയുന്നു, അവിടുത്തെ വലതു ഭാഗത്തോ അതോ ഇടതു ഭാഗത്തോ നിറഞ്ഞുകൂടാ ഫാത്തിമ ബീവിയെ ഇരുത്തി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഫാത്തിമയെ അണച്ചു കൂട്ടിയിട്ട് ആ കാതിൽ ഒരു സ്വകാര്യം പറയുന്നു. ആരും കേട്ടില്ല. ആ സ്വകാര്യം കേട്ടപ്പോൾ ഫബക്കത്ത് ഫാത്തിമ, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ കരഞ്ഞുപോയി. സുമ്മ ഇന്നഹു സാറഹ, പിന്നെയും നബി രണ്ടാമതൊരു സ്വകാര്യം കൂടി ഫാത്തിമയോട് പറഞ്ഞപ്പോൾ ഫളഹികത്ത് ഐലാ, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ചിരിച്ചും പോയി. ആദ്യത്തെ സ്വകാര്യം കേട്ടപ്പോ കരഞ്ഞു, രണ്ടാമത് കാതിലെന്തോന്ന് പറഞ്ഞപ്പോ ചിരിച്ചു. അപ്പൊ ചോദിച്ചു, എന്താ നിങ്ങളെ കരയിപ്പിച്ചത്? അവര് പറഞ്ഞു, അള്ളാന്റെ റസൂല് പറഞ്ഞ ഒരു സ്വകാര്യം ഞാൻ വെളിച്ചത്താക്കുകയില്ല. അള്ളാന്റെ റസൂല് പറഞ്ഞ ഒരു സ്വകാര്യം ഞാൻ വെളിച്ചത്താക്കുകയില്ല. അപ്പൊ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഞങ്ങളെയൊന്നും കൂട്ടാതെ നിങ്ങളോട് അള്ളാന്റെ റസൂൽ ചില സ്വകാര്യം പറയുകയും എന്നിട്ട് പിന്നെ നിങ്ങൾ കരയുകയും ചെയ്യുകയാണോ? എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നു. അപ്പോഴും അവര് പറയുന്നു, ഞാൻ ഈ സ്വകാര്യം പുറത്തു വിടുകയില്ല, അള്ളാന്റെ റസൂൽ അത് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ എന്നോടത് അങ്ങനെ എപ്പ പറഞ്ഞത്. അപ്പൊ ഇപ്പൊ പുറത്തു വിടാനായിട്ടില്ല എന്നർത്ഥം. പിന്നെയോ ഹത്താ ഇദാ ഖുബിള, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് പിന്നീട് ഇവര് ചോദിച്ചു, അല്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലേ, എന്തായിരുന്നു അന്ന് നിങ്ങൾ സംസാരിച്ചത്? ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ എന്നോട് ആദ്യം പറഞ്ഞത് എന്താണെന്നറിയോ? ജിബ്രീൽ എന്റെ അടുക്കൽ എല്ലാ കൊല്ലവും ഖുർആൻ പാഠം നോക്കാൻ വേണ്ടി ഒരിക്കൽ മാത്രമാണ് വന്നിരുന്നത്. ഇന്നിതാ 2 തവണ എത്തിയിരിക്കുന്നു. അതെന്റെ മരണം അടുത്തു എന്നതിന്റെ സൂചനയാണ്. മാത്രമല്ല എന്റെ കൂടെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ കൂടെ ആദ്യം എത്തിച്ചേരുന്നതും നീയായിരിക്കും. ഇത് കേട്ടപ്പോഴാണ് ഫബക്കൈതു, ഞാൻ കരഞ്ഞത്. അള്ളാന്റെ റസൂൽ വഫാത്താകാണ്, ഇത് കേട്ടപ്പോൾ ഞാൻ കരഞ്ഞു. രണ്ടാമത് എന്നോടൊരു സ്വകാര്യം പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നോ, അലാ തർദീന അൻ തകൂനി സയ്യിദത്തു നിസാഇൽ മുഅ്മിനീൻ ഔ സയ്യിദത്തു നിസാഇ ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിലെ സ്ത്രീകളുടെ നേതാവാകാൻ ഫാത്തിമ നിനക്ക് ഭാഗ്യം കിട്ടിയിരിക്കുന്നു. ഈ സമൂഹത്തിലെ സർവ്വ പെണ്ണുങ്ങളുടെയും നേതാവാണ് ഫാത്തിമ നീ എന്ന് അതാ നിന്നെ ഞാൻ അറിയിക്കട്ടെ. ഇതാണ് എന്നോട് രണ്ടാമത് പറഞ്ഞ സ്വകാര്യം. ഫളഹിഖ്തു ലിദാലിക, അത് കേട്ടപ്പോഴാണ് ഞാൻ സന്തോഷം കൊണ്ട് ചിരിച്ചും പോയത്. ഇങ്ങനെ 2 സ്വകാര്യം പറഞ്ഞ ഒരു അനുഭവം ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കൂ, മരണത്തോടടുത്ത ഘട്ടത്തിൽ അത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു എന്നർത്ഥം. ഇനിയും അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമുക്ക് വിവരിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ അടുത്ത അവസരത്തിൽ നമുക്ക് വിവരിക്കാം. അർഹമുർ റഹീമീനായ നാഥൻ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിത സന്ദേശങ്ങളെ ജീവിതത്തിൽ പുലർത്തിക്കൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ വന്നുപോയിട്ടുള്ള സർവ്വദോഷങ്ങളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിലെ അവസാന ദിവസങ്ങളെ സംബന്ധിച്ചുള്ള സംസാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ആരോഗ്യനില വളരെ പ്രയാസത്തിലാവുകയും ക്ഷീണം ഓരോ ദിവസം കഴിയുന്തോറും കൂടിക്കൂടി വരികയും ചെയ്യുകയുണ്ടായി. അവിടുത്തെ രോഗാവസ്ഥയിലും പല വസിയ്യത്തുകളും പല ഉപദേശങ്ങളും ഈ സമുദായത്തോട് അവിടുന്ന് നൽകിയത് നാം മനസ്സിലാക്കുകയുണ്ടായി. ആ കൂട്ടത്തിൽ അവിടുന്ന് പറയുകയുണ്ടായി, അഖ്രിജുൽ മുശ്രിക്കീന മിൻ ജസീറത്തിൽ അറബ്, അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് മുശ്രിക്കുകളെയെല്ലാം പുറത്താക്കണം. ശിർക്കിനോടുള്ള, ശിർക്ക് ചെയ്യുന്നവരോടുള്ള മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കടുത്ത അമർഷം, ശിർക്കിന്റെ ഗൗരവം, എന്തുമാത്രം വലിയ അപരാധമാണ് മുശ്രിക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ലോകത്തിനുള്ള മുന്നറിയിപ്പ്, അതെല്ലാം ഉൾക്കൊള്ളുന്ന നിലക്കാണ് അവിടുന്ന് പറയുന്നത്, ജസീറത്തുൽ അറബിൽ നിന്ന് മുശ്രിക്കീങ്ങളെ പുറത്താക്കണം, അവർക്ക് ആധിപത്യം നൽകരുത്, അവരധികാരസ്ഥാനത്ത് വരരുത് എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുകയാണ്. അതേ അവസരത്തിൽ അവിടുന്ന് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, വഅജീസുൽ വഫ്ദ ബിനഹ്വി മാ കുൻതു ഉജീസുഹും. ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കാനും അന്വേഷിക്കാനും സത്യാന്വേഷണത്തിനൊക്കെ വേണ്ടി വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വഫ്ദുകൾ, നിവേദക സംഘങ്ങൾ വന്നേക്കും. ഇസ്ലാമിനെ കുറിച്ച് അറിയാനും പഠിക്കാനും പല കാര്യങ്ങളും ചോദിച്ചറിയാനുമൊക്കെ വഫ്ദുകളും നിവേദക സംഘങ്ങളുമൊക്കെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുമ്പോൾ ഞാൻ അവരോട് പുലർത്തിയിരുന്ന നല്ല സമീപനങ്ങളൊക്കെ നിങ്ങളും പുലർത്തണം. ഞാൻ അവർക്ക് ചില ഹദിയകളും സമ്മാനങ്ങളും ഒക്കെ നൽകാറുണ്ടായിരുന്നു, നിങ്ങളും അത് നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യത്തെ അന്വേഷിച്ചു വരുന്നവരെ, സമാധാന പ്രേമികളെ, ഇസ്ലാമികമായ കാര്യങ്ങളെ സംബന്ധിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാരായിരുന്നാലും വളരെയേറെ സ്നേഹമാണ് അവരോട് കാണിച്ചത്. സത്യമറിയാതെ സത്യത്തിന്റെ വഴിയിലേക്ക് എത്തിച്ചേരാൻ ആളുകൾ തയ്യാറാവട്ടെ എന്ന നിലക്കുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഏറ്റവും വലിയ
ആ നല്ല ഉദാരമായ സമീപനം അവിടുത്തെ ജീവിതത്തിൽ മുഴുവൻ ദൃശ്യമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പല കാര്യങ്ങളും ഉപദേശിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ആരോഗ്യമുള്ള അവസരത്തിലൊക്കെ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. ആരോഗ്യം തീരെ അനുവദിക്കാത്ത ഘട്ടത്തിലാണ് ജമാഅത്തിന് എത്താതിരുന്നിട്ടുള്ളത്. ആ സന്ദർഭങ്ങളിലൊക്കെ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു ജനങ്ങളെയും കൊണ്ട് നമസ്കരിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി ജനങ്ങളെയും കൊണ്ട് അവിടുന്ന് തന്നെ കൃത്യമായി മുഴുവൻ നേതൃത്വം നൽകിക്കൊണ്ടുള്ള ഒരു നമസ്കാരം നിർവഹിച്ചത് ഒരു മഗ്രിബ് നമസ്കാരമായിരുന്നു എന്നാണ് ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്. സഹാബിമാര് പറയുന്നുണ്ട്, സഹാബ വനിതയായ ഉമ്മുൽ ഫളിൽ റളിയല്ലാഹു തആല അൻഹ അവർ പറയുന്നു, സമിഅ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖറഉ ഫിൽ മഗ്രിബി ബിൽ മുർസലാത്തി ഉർഫാ ثم ما صلى لنا بعدها حتى قبضه الله. ഇമാം ബുഖാരി അവിടുത്തെ സഹീഹിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂല് മഗ്രിബിൽ വൽ മുർസലാത്തി ഉർഫ എന്ന് തുടങ്ങുന്ന സൂറത്താണ് പാരായണം ചെയ്തതായി ഞാൻ കേട്ടത്. എന്നിട്ട് ആ മഹദി പറയുകയാണ്, ثم ما صلى لنا بعدها, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് വേണ്ടി അതിന്റെ ശേഷം ഒരു നമസ്കാരം നമസ്കരിച്ചിട്ടില്ല. ഹത്താ ഖബലഹുല്ലാഹു, അല്ലാഹു അദ്ദേഹത്തെ വഫാത്താക്കുന്നത് വരെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കയോതുന്ന നമസ്കാരം, ജനങ്ങൾ കേൾക്കെ പാരായണം ചെയ്യേണ്ടുന്ന റക്അത്തുകളുള്ള നമസ്കാരത്തിൽ അവിടുന്ന് നമസ്കരിച്ച അവസാനത്തെ നമസ്കാരം മഗ്രിബായിരുന്നു എന്നാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മാത്രമല്ല അവിടുന്ന് ആ നമസ്കാരത്തിൽ സൂറത്തുൽ മുർസലാത്താണ് പാരായണം ചെയ്തത് എന്നാണ് അത് കേട്ട സഹാബ വനിതയായ ഉമ്മുൽ ഫളിൽ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്. നാം മനസ്സിലാക്കുക, മഗ്രിബ് നമസ്കാരത്തിന് ചെറിയ സൂറത്തുകൾ മാത്രമേ ഓതാവൂ എന്നൊരു ധാരണ നമ്മുടെ ചില ആളുകൾക്കിടയിലുണ്ട്. മഗ്രിബ് നമസ്കാരത്തിന് ഏറ്റവും ലളിതമായ ഏറ്റവും ചെറിയ സൂറത്തുകളെ ഓതിക്കൂടൂ എന്നൊരു ധാരണ ആരൊക്കെയോ മനസ്സിലാക്കി വെച്ചതുപോലെ കേൾക്കാറുണ്ട്. വാസ്തവത്തിൽ നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പാരായണം ചെയ്ത ഈ സൂറത്തിന് ചെറിയ ചെറിയ ആയത്തുകളാണെങ്കിൽ പോലും 50 ആയത്തുകളുണ്ട്. അതിന് വിശുദ്ധ ഖുർആനിൽ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ 1.5 പേജോളം ആ സൂറത്ത് നീണ്ടുകിടക്കുകയാണ്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. പരലോകത്തെ സംബന്ധിച്ച്, സ്വർഗത്തെ സംബന്ധിച്ച്, നരകത്തിന്റെ ഗൗരവത്തെ സംബന്ധിച്ച്, മുത്തഖീങ്ങളായ ആളുകൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ലഭിക്കാനുള്ള അത്യുന്നതമായ സ്വർഗീയ സുഖ സൗകര്യങ്ങളെ കുറിച്ച് എല്ലാം സൂചന പറയുകയും വ്യക്തമാക്കി പറയുകയും അതേ അവസരത്തിൽ അല്ലാഹുവിന്റെ സത്യത്തിന്റെ സന്ദേശങ്ങളെ കളവാക്കുന്ന ആളുകൾക്കാണ് സർവനാശവും എന്ന് ആവർത്തിച്ചാവർത്തിച്ചു പറയുകയും ചെയ്യുന്ന അധ്യായമാണ് സൂറത്തുൽ മുർസലാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് ജനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് നമസ്കരിച്ച ഉറക്കയോരുന്ന നമസ്കാരങ്ങളിൽ അവസാനത്തെ നമസ്കാരത്തിൽ പാരായണം ചെയ്തത് എന്നാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ജമാഅത്തിനെത്തിയ ഒരു രംഗം സഹാബത്ത് വിവരിക്കുന്നുണ്ട്. അതിദയനീയമായിരുന്നു ആ രംഗം. നാം മനസ്സിലാക്കണം, ഓർമ്മ കിട്ടിയാലും ആരോഗ്യം അല്പമെങ്കിലും അനുവദിക്കുമെങ്കിലും പള്ളിയിൽ പോയി തന്റെ സഹാബിമാർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് നമസ്കരിക്കണം എന്നതായിരുന്നു മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഏറ്റവും വലിയ ആശയും ആഗ്രഹവും അതായിരുന്നു. അവിടുന്ന് ആ രംഗത്ത് വളരെയേറെ മാതൃകയാണ് നമുക്ക് കാണിച്ചു തന്നത്. എല്ലാ രംഗത്തും അവിടുന്ന് നമുക്ക് മാതൃകയാണല്ലോ. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ അവസ്ഥയെ സംബന്ധിച്ച് സഹാബിമാര് പറയുകയാണ്, മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ജനങ്ങളെയും കൊണ്ട് നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. നബി വരില്ലെന്ന പ്രതീക്ഷയിൽ, നബിക്ക് വരാനാവില്ല, കാരണം സഹാബിമാർക്കെല്ലാം അറിയാം അവിടുന്ന് വളരെ അവശ നിലയിലാണ്. ജമാഅത്തിന് അവിടുന്ന് എത്തില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനങ്ങളെയും കൊണ്ട് ഒരു ളുഹർ നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. നമസ്കാരം അവിടെ ഇങ്ങനെ നടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിനൊരു വല്ലാത്ത വിങ്ങൽ.
അല്പം ഒരാശ്വാസം തോന്നുന്നു അവിടത്തേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിൽ ഒരല്പം ആശ്വാസം തോന്നിയപ്പോൾ ഫഖറജ ബൈന റജുലൈനി ലിസലാത്തി ളുഹർ, ആ ളുഹർ ജമാഅത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പുന്നാര നേതാവ് രണ്ട് സഹാബിമാരുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വേച്ചു പോവുകയാണ്. ആ ഘട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുസല്ലി ബിന്നാസ്, ജനങ്ങളെയും കൊണ്ട് നമസ്കാരത്തിലാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ജനങ്ങളെയും കൊണ്ട് നമസ്കാരത്തിന് കൈകെട്ടിയിരിക്കുന്നു. ആ അവസരത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്പം ആശ്വാസം തോന്നിയിട്ട്, ആശ്വാസം തോന്നിയാൽ പിന്നെ അവിടത്തേക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല, ഉടനെ പോവുകയാണ് പള്ളിയിൽ. വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് പള്ളിയിലെത്തി. ഫലമ്മാ റആഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഇത് കണ്ടപ്പോൾ ദഹബ ലിയതഅഖറ, അല്ലാഹുവിന്റെ റസൂൽ വരുന്നത് മനസ്സിലായി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്. അദ്ദേഹം പിന്നോട്ടായാൻ വേണ്ടി ഒരുങ്ങി. സഫിലേക്ക് മാറി നിന്നുകൊണ്ട്, മിഹ്റാബിൽ നിന്ന് സഫിലേക്ക് മാറി നിൽക്കാൻ വേണ്ടി, ഇമാമിന്റെ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ വേണ്ടി അവിടുന്ന് ഉദ്ദേശിച്ചപ്പോൾ ഫഅൗമ ഇലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅല്ലാ യതഅഖർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അവിടുന്ന് ആംഗ്യം കാണിച്ചു കൈകൊണ്ട് അവിടെ തന്നെ നിന്നോളൂ, ബിഅല്ലാ യതഅഖർ, പിന്തി നിൽക്കേണ്ടതില്ല, അവിടെ തന്നെ നിന്നോളൂ, നിൽക്കുന്നിടത്ത് നിൽക്കാൻ ആംഗ്യം കാണിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ട് സഹാബിമാരാണല്ലോ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുള്ളത്, അവരോട് പറഞ്ഞു, അജ്ലിസാനി ഇലാ ജൻബിഹി, അബൂബക്കറിന്റെ ഒരു ഭാഗത്ത് നിങ്ങൾ എന്നെ ഇരുത്തൂ. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഇടത് ഭാഗത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഈ രണ്ട് സഹാബിമാരും ഇരുത്തി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമസ്കരിക്കുമ്പോൾ അവിടുത്തെ ഇടത് ഭാഗത്തിരുന്നു. വലതുഭാഗത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ബാക്കിൽ മഅ്മൂമീങ്ങളായ സഹാബിമാർ മുഴുവനും. ഫജഅല അബൂബക്കർ യുസല്ലി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നമസ്കരിക്കുന്നു. വഹുവ ഖായിമുൻ ബിസലാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ നമസ്കരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ തുടർന്നുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമസ്കരിക്കുന്നു. വന്നാസു ബിസലാത്തി അബീ ബക്കറിൻ, ജനങ്ങളൊക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തുടർന്നുകൊണ്ട് നമസ്കരിക്കുന്നു. വന്നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖായിദുൻ, അല്ലാഹുവിന്റെ റസൂലിന് നിൽക്കാൻ കഴിവില്ല, അവിടുന്ന് അവശനിലയിൽ ഇരുന്നു കൊണ്ടാണ് നമസ്കരിച്ചത്. ഇടയ്ക്കിടയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്ന തക്ബീർ, അത് ജനങ്ങൾക്ക് കേൾക്കാൻ മാത്രം ഉച്ചത്തിൽ ശബ്ദമുയർത്താൻ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശബ്ദം ആരോഗ്യം അനുവദിക്കുന്നില്ല. പതുക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന തക്ബീർ ഏറ്റുപറഞ്ഞുകൊണ്ട് ജനങ്ങളെ കേൾപ്പിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇങ്ങനെ ഒരു അനുഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ